السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരൻ, സമസ്തയുടെ രൂപീകരണവും അതിനുശേഷമുള്ള പശ്ചാത്തലങ്ങളും അത് വിവരിക്കുകയാണ് നാം. ഈ യാഥാർത്ഥ്യം വേണ്ടതുപോലെ ഗ്രഹിക്കാൻ എല്ലാവരും സന്നദ്ധരാകണമെന്ന് അറിയിക്കുന്നു. അതുപോലെ ഇത് സംബന്ധമായ എന്തെങ്കിലും സംശയം തോന്നുന്നവർ, സമസ്തയുടെ കാര്യങ്ങൾ പറയുന്നതിൽ സംശയം തോന്നുന്നവർ, ആ തോന്നുന്ന ആളുകൾക്ക് അത് വിശദമായി മനസ്സിലാക്കാൻ കാര്യങ്ങൾ ചോദിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ നമ്മുടെ ഈ വിഷയത്തോട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഈ വിഷയത്തിൽ കൂട്ടിക്കുഴച്ച് പറയാതിരിക്കലായിരിക്കും നല്ലത് എന്ന് എല്ലാവരെയും ഞാൻ ഉണർത്തുന്നു. അതിന് നമുക്ക് മറ്റു പല സംവിധാനങ്ങളും നമ്മുടെ ഈ സോഷ്യൽ മീഡിയകളിലൂടെ ഉണ്ട്, മറ്റു നിലക്കുമുണ്ട്. അത് ഉപയോഗപ്പെടുത്തി നമുക്കത് ചർച്ച ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഒരു സുഹൃത്ത് സംശയം ചോദിച്ചിരുന്നു. മഹാനായ മർഹൂം സദഖത്തുള്ള ഉസ്താദായിരുന്നു സമസ്തയുടെ പ്രസിഡന്റ്. ആ പ്രസിഡന്റാകുന്ന സദഖത്തുള്ള ഉസ്താദ് സമസ്തയിൽ നിന്നും ഒഴിവായി പിന്നെ മറ്റൊരു സംഘടനയ്ക്ക് രൂപം നൽകി. അപ്പോൾ അവരുമായുള്ള നിലപാടെന്താണ് എന്നാണ്. നിലപാട് നാം വിശദീകരിക്കുകയാണെങ്കിൽ, മഹാനായ സദഖത്തുള്ള ഉസ്താദിനോട് കരിമ്പ് പോലും ഒരു സുന്നികൾക്കും ഒരഭിപ്രായ വ്യത്യാസവുമില്ല. ബഹുമാനപ്പെട്ടവർ ഒരു സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഏത് ചെറിയ പള്ളിയാണെങ്കിലും ഒരു 2000 ആംപ്ലിഫയർ വെച്ച് ഖുതുബ ഓതേണ്ടതില്ല എന്നൊരഭിപ്രായം ബഹുമാനപ്പെട്ടവർ മനസ്സിലാക്കി. അത് അഭിപ്രായം പറഞ്ഞപ്പോൾ മറ്റ് പണ്ഡിതന്മാർ അതുകൊണ്ട് തകരാറൊന്നുമില്ല, ഈ ഖുതുബ ഓതുന്ന ആളുടെ ശബ്ദം തന്നെ മുന്നിലിരിക്കുന്ന 40 ആൾ കേൾക്കാൻ സ്പീക്കർ ഇല്ലാതെ തന്നെ സാധിക്കും. പിന്നെ സ്പീക്കറിലൂടെയും കേൾക്കുന്നു. അപ്പോൾ സ്പീക്കറില്ലാതെയും മുന്നിലിരിക്കുന്ന ആളുകൾക്ക് കേൾക്കാം, അത് സ്പീക്കറിലൂടെയും കേൾക്കുന്നു. ആ നിലക്ക് തന്നെ ആ ഖുതുബക്ക് തകരാറൊന്നുമില്ല എന്ന് ആലിമീങ്ങൾ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഉസ്താദ് അവർകൾ, എന്നാൽ എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം അതാണ്, ഞാനതിന് ഒരു വാദപ്രതിവാദത്തിനോ വാദകോലാഹലങ്ങൾക്കോ അതിങ്ങനെ ആവശ്യമില്ലാതെ അങ്ങാടിയിൽ ചർച്ച ചെയ്യാനോ ഞാനതിനുദ്ദേശിക്കുന്നില്ല എന്ന ലക്ഷ്യത്തിൽ ബഹുമാനപ്പെട്ടവർ സ്വയം സമസ്തയുടെ മെമ്പർ സ്ഥാനത്ത് നിന്ന് ഒഴിവാവുകയും, അപ്പോൾ ഈ ആശയം ഉൾക്കൊള്ളുന്ന വേറെയും ചില പണ്ഡിതന്മാർ കേരളത്തിലെ ചില ഭാഗങ്ങളിലുണ്ട്. കീഴന ഉസ്താദ് എന്നറിയപ്പെടുന്ന നാദാപുരം പള്ളിയിൽ ഒരുപാട് കാലം ദർസ് നടത്തിയിരുന്ന മഹാനവർകൾ, അതുപോലെ കാങ്ങാട് കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ എന്ന വലിയ ഒരു പണ്ഡിതൻ, ഇങ്ങനെ ഞാനൊന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനത്തെ ഏതാനും പണ്ഡിതന്മാർ അവരിതൊക്കെ പറഞ്ഞത് മറ്റു ആരുടെയും ഒരു ഏറ്റുമുട്ടലിനോ മറ്റോ അല്ല, സൂക്ഷ്മത പാലിക്കുന്നത് നല്ലതാണെന്ന നിലക്ക് അവർ അഭിപ്രായപ്പെട്ടതാണ്. ആ നിലക്ക് അവരൊക്കെ പിന്നെ കൂടി സദഖത്തുള്ള ഉസ്താദ് അവരുടെ സാന്നിധ്യത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് അവരൊരു സംഘടന രൂപീകരിച്ചതാണ് സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണല്ലോ നമ്മൾ, അതിന് സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ. അങ്ങനെ അവർ അത് രൂപീകരിച്ചു. അതിൻ്റെ ചില പ്രവർത്തനങ്ങളൊക്കെ നടന്നു. എന്നാൽ അത് കേരളത്തിൽ വ്യാപകമായി വേര് പിടിക്കാൻ അതിന് കഴിഞ്ഞിട്ടില്ല. അത് സദഖത്തുള്ള ഉസ്താദിനോ അല്ലെങ്കിൽ കീഴന ഉസ്താദിനോ കാങ്ങാട് ഉസ്താദിനോ ഒന്നും പവറില്ലാത്തതിൻ്റെ പേരിലല്ല, അവരൊന്നും ആലിമീങ്ങളല്ലാത്തതിൻ്റെ പേരിലുമല്ല. സമസ്തയുടെ ആലിമീങ്ങൾ തന്നെ ബഹുമാനിച്ചിരുന്നവരാണ് ഇവരൊക്കെ.
പിന്നെ എന്തുകൊണ്ട് പടർന്നു പന്തലിച്ചില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള ഔത്സുക്യം കാണിക്കുന്ന പ്രവർത്തകർ അന്നതിനുണ്ടായില്ല. നമ്മൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തന്നെ രൂപീകൃതമായിട്ട് 924 അതിൻ്റെ പ്രവർത്തനം തുടങ്ങി വച്ചിരുന്നു. എന്നിട്ട് 34, 44, 54, 64, 74 നീണ്ട 50 കൊല്ലം ഇന്ന് കാണുന്ന ഈ ഒരു ഊർജ്ജസ്വലതയോടുകൂടി അത്രയും കാലം സമസ്തയുടെ പ്രവർത്തനം ഇല്ലായിരുന്നു. ഇന്ന് കാണുന്നത് പോലെ എന്ന് മനസ്സിലാക്കി നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. അന്നത്തെ ആലിമീങ്ങളൊക്കെ കൊള്ളരുതാത്തവരാണ്, അവർ ഇതൊന്നും ശ്രദ്ധിക്കാത്തവരാണ്, അവർ പ്രവർത്തനത്തിൽ ഇന്നില്ലാത്തത് കൊണ്ടാണ്. അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണയും വരാൻ പാടില്ല. കാരണം ഈ 74ൻ്റെ മുമ്പുള്ള ഈ 50 കൊല്ലം ഇന്നത്തെ കേരളമല്ല അന്നുള്ളത്, ഇന്നത്തെ വാർത്താ മീഡിയകളല്ല അന്നുള്ളത്, ഇന്നത്തെ യാത്രാ സൗകര്യങ്ങളല്ല അന്നുള്ളത്. കിലോമീറ്ററുകളോളം നടന്നിട്ട് വേണം ഒരഭിപ്രായം ഒരു ഉസ്താദിന് തോന്നിയാൽ മറ്റൊരു ഉസ്താദിനോട് ചോദിക്കണമെങ്കിൽ. അല്ലേ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് ഒരു ഫത്വ ഒരാൾ എഴുതി ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ ഏൽപ്പിക്കപ്പെട്ട 4 or 5 ആളുകളുണ്ടെങ്കിൽ ഈ 4 or 5 ആളുകൾ പരസ്പരം കാണണമെങ്കിൽ ചിലപ്പോൾ 5 or 6 ദിവസം ആയി വരും. അന്നത്തെ ചുറ്റുപാട് അങ്ങനെയാണ്. അതുകൊണ്ട് ഈ പ്രവർത്തന രംഗത്തിറങ്ങാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും ചെറിയ രൂപത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ 966, 67 കാലങ്ങളിൽ രൂപീകൃതമായ ഈ സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമക്ക് കേരളത്തിൻ്റെ ഒരു ഭാഗത്തും മുബല്ലിഗീങ്ങളില്ലാത്ത ഒരവസ്ഥ വരികയും മഹാനായ സദഖത്തുള്ള ഉസ്താദിനെയും കീഴൽ ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാരെയും അറിയുന്ന കുറഞ്ഞ ആളുകൾ അവരുള്ളയിടത്ത് അതിൻ്റെ ചെറിയ ഓരോ സ്ഥാപനങ്ങൾ, മദ്രസകളോ അല്ലെങ്കിൽ ആ മഹല്ലിലെ പള്ളിയോ ആയിട്ട് അത് ഉണ്ടാവുകയും അത് മാത്രം അന്നും ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് ഒരു സംഘടനയാണ്, സുന്നത്ത് ജമാഅത്തിന് എതിരുള്ള സംഘടനയൊന്നും അല്ല. പക്ഷേ സദഖത്തുള്ള ഉസ്താദിന് ശേഷം അതിലുള്ള ചില ആളുകൾ നമ്മുടെ ഈ സംഘടനയെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതൊക്കെ ഒരു ആരോഗ്യകരമായ രൂപത്തിലേ ഉണ്ടായിട്ടുള്ളൂ, വളരെ അങ്ങ് തരംതാണ രൂപത്തിലൊന്നും ഉണ്ടായിട്ടില്ല. അതിനവർക്ക് നമ്മുടെ വാർത്താ മീഡിയകളിലൂടെ അന്ന് നമുക്കുണ്ടായിരുന്ന കാര്യമായിട്ട് സുന്നി ടൈംസ് എന്നൊരു പത്രം മാത്രമാണ്. അത് ദിവസം ഇറങ്ങുന്ന പത്രമല്ല, പിന്നീട് അത് സുന്നി വോയിസായി മാറിയതാണ്. ആ പത്രത്തിലൂടെ അവർക്കതിന് മറുപടി നൽകുകയും അങ്ങനെ അതിങ്ങനെ തുലവും കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എഴുത്തും അങ്ങോട്ട് മറുപടിയും നടന്നെങ്കിലും പിൽക്കാലത്ത് അതും അവസാനിപ്പിച്ച് ഇപ്പോൾ അവർ ആ ചെറിയ കോലത്തിൽ ആ സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളതൊന്നും പരാമർശിക്കാതെ അവരുടെ കുറ്റങ്ങളോ കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കിയെടുക്കാനോ അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുവാനോ അല്ലെങ്കിൽ സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ ആശയങ്ങൾ അത് ശരിയല്ലെന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാനോ, ഇതുപോലെ വഹാബിൻ്റെത് ശരിയല്ല, മൗദൂദിൻ്റെത് ശരിയല്ല, ചേളാരിക്കാരൻ ശരിയല്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇവരെ പറയാനോ നമ്മൾ ഒരുങ്ങിയിട്ടില്ല, അതിൻ്റെ ആവശ്യവും ഉണ്ടായിട്ടില്ല. അപ്പം മറ്റൊരു സംഘടനയെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യവുമില്ല. അങ്ങനെ അത് വണ്ടൂർ പള്ളിക്കുന്ന് എന്ന് പറയുന്ന ആ മഹല്ലിലും അതുപോലെ കേരളത്തിൻ്റെ ഇങ്ങ് ചില സ്ഥലത്ത് കുറഞ്ഞ ഒരു മഹല്ലും പള്ളിയും മദ്രസയും ഒക്കെ ആയിട്ട് അതങ്ങനെ ഒതുങ്ങിക്കൂടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുടെയൊക്കെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നമുക്ക് ദീനീ പ്രവർത്തനം നടത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ആ വഴിക്ക് പോകുമ്പോഴൊക്കെ മഹാനായ സദഖത്തുള്ള ഉസ്താദിൻ്റെ ഖബറുള്ളത് വണ്ടൂർ ജുമാഅത്ത് പള്ളിയുടെ എതിർവശത്ത് ബഹുമാനപ്പെട്ടവരുടെ വീടുണ്ടായിരുന്നതിന് മുറ്റത്ത് ഒരു മഖാമാണ്. അവിടെ സിയാറത്ത് ചെയ്യുകയും അഥവാ തിരക്കായിട്ട് പോവുകയാണെങ്കിൽ ഏകദേശം റോഡിൻ്റെ വക്കത്താണ്, എന്നാലും ആ ഭാഗത്തെത്തുമ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് ഫാത്തിഹ സൂറത്തെങ്കിലും ഓതിയിട്ടേ ആ വഴി കടന്നു പോകാറുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെയുള്ള ആലിമീങ്ങളെയൊക്കെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അനാവശ്യമായ കാര്യങ്ങളൊന്നും ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് സംസാരത്തിലേക്ക് കൊണ്ടുവന്ന് നാം ഇത് ഒരു വ്രണമാക്കാതിരിക്കുകയും ആ വ്രണത്തിൽ നിന്ന് ചിലപ്പോൾ ദുഷിച്ച രക്തമോ ചലമോ ഒലിക്കാൻ കാരണമുണ്ടാകും.
ചില വ്രണം അതിങ്ങനെ വന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബാൻഡേജ് വെച്ച് ഒരു ദിവസം കൊണ്ട് അത് ഉണങ്ങി എന്ന് വരും. മറ്റു ചില വ്രണങ്ങൾ അങ്ങനെയല്ല, അതൊരല്പം അങ്ങോട്ട് പഴുക്കുകയും അത് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്താൽ അതിൽ നിന്ന് വരുന്ന ഈ നീര്, ആ നീര് ചിലപ്പോൾ ഒരു ദുഷിച്ച രക്തമായിട്ടോ ചലമായിട്ടോ വന്നാൽ അത് മറ്റുള്ളവർക്ക് സഹിക്കാൻ കഴിയില്ല. ആ കാര്യം കൂടി ദീനീ ദഅവത്ത് നടത്തുന്ന ആളുകൾ നാം കാര്യമായി പരിഗണിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയുമായി സംഘടനാതലത്തിൽ അഭിപ്രായ വ്യത്യാസം തന്നെയാണ്. അത് സംഘടനാതലത്തിൽ മാത്രമേ ഉള്ളൂ, മറ്റുള്ള കാര്യങ്ങളിലൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാദപ്രതിവാദങ്ങളുമില്ല എന്ന് ആ ചോദിച്ച സുഹൃത്തിനെയും അങ്ങനെ സംശയമുള്ള ആരെങ്കിലും ഇനി നമ്മുടെ ക്ലാസ് റൂമിലുണ്ടെങ്കിൽ അവരെയും കൂടി ഓർമ്മപ്പെടുത്തി ആ ഭാഗം അവസാനിപ്പിക്കുന്നു. നിങ്ങളുമൊക്കെ വണ്ടൂർ ഭാഗത്തോ അതുപോലെ മറ്റു മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന മറ്റു മഹല്ലുകളിലോ ഒക്കെ ചെല്ലുകയാണെങ്കിൽ ഇവർക്കൊക്കെ ഒരു ഫാത്തിഹ സൂറത്ത് ഓതിയാൽ അതിൻ്റെ വലിയ പ്രതിഫലം നമുക്ക് ദുന്യാവിലും ആഖിറത്തിലും ലഭിക്കുമെന്ന് സാന്ദർഭികമായി എല്ലാവരെയും ഉണർത്തുന്നു അല്ലേ. അപ്പം അങ്ങനെ ഒരു ഓർഗനൈസർ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ആ പ്രവർത്തനം വ്യാപകമാകാതെ വന്നത്. എന്നാൽ സമസ്ത വ്യാപിച്ചതോ, അത് നമുക്ക് ഒന്ന് പരിശോധിച്ചു നോക്കാം. എന്നാൽ നാം ഇപ്പോൾ പ്രദാനം ചെയ്യുന്ന ഈ സമസ്തയുടെ സ്ഥിതിയും അങ്ങനെ ആകേണ്ടതായിരുന്നു. 974 വരെ നിങ്ങൾ കേരളം മുഴുവനും പഴയ റെക്കോർഡൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഏകദേശം ഒരു 3000-ൽ കുറഞ്ഞ മദ്രസകളെ അന്ന് കേരളത്തിൽ 3000 എന്ന് പറഞ്ഞാൽ 2000-വും ചില്ലറയും മാത്രമേ ഉള്ളൂ. കൃത്യമായ കണക്കിൽ ചേളാരിക്കാർ പറയുന്ന മാതിരി 635 അല്ലെങ്കിൽ 95 എന്നൊക്കെ അവർ ഇങ്ങനെ എടുത്ത് പറയും. അങ്ങനെ എനിക്ക് പറയാൻ സാധ്യമല്ല. കാരണം കഴിയാത്ത കാര്യങ്ങൾ ഏതെങ്കിലും നിലക്ക് നമുക്ക് പ്രചരിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ 2000-ത്തിലധികം 3000-ൽ വളരെ താഴ്ന്ന മദ്രസയാണ് അന്ന് സമസ്തയുടെ കീഴിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. 954-ൽ ഈ 952-ൽ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 52, 62, 72 അങ്ങനെ ഈ 22 കൊല്ലം കഴിഞ്ഞപ്പോഴും 2000-ത്തിലധികം മദ്രസകളെ കേരളത്തിലുള്ള ഒന്ന്. ആളുകളുടെ അംഗബലം പലയിടത്തും കുറവുണ്ട്. ഇന്നത്തെ അത്ര ജനസാന്ദ്രത അന്നില്ല. എന്നാലും ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് ഈ പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടതുപോലെ ഈ കാലയളവിൽ കഴിയാതെ വന്നുപോയി. ഞാൻ നേരത്തെ പറഞ്ഞ യാത്രാ അസൗകര്യം, മറ്റ് സാങ്കേതിക വിദ്യകൾ, ഇങ്ങനെയൊക്കെ അന്ന് കുറവുള്ള കാലമാണ്. അപ്പം അതിനനുസരിച്ച് അന്നുള്ള ആലിമീങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. മാത്രമല്ല അന്നൊക്കെ ഇപ്പോൾ 50 റുപ്യ 100 റുപ്യ ഒക്കെ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഉസ്താദുമാരാണ്. മുദരിസുമാർക്കൊക്കെ 100 റുപ്യ 50 റുപ്യ ഒക്കെയാണ്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ കുറേ കാലം കല്ലാമൂല ജോലി ചെയ്തിരുന്നു. പുല്ലാര അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന ഏറനാട്ടിലെ ഒരു പ്രഗത്ഭനായ പണ്ഡിതൻ, നല്ലൊരു മുദരിസ്, നല്ലൊരു വാവിൾ അല്ലേ. നമ്മളെ പൂക്കോട്ടൂർക്കാരൻ്റെ വാപ്പയും കൂടിയാണ് അല്ലേ. പൂക്കോട്ടൂർക്കാരൻ അദ്ദേഹത്തെ കൊള്ള ചേർത്തി പറയേണ്ടതില്ല, മകൻ തന്നെയാണ്. പക്ഷേ അദ്ദേഹം ആ പൂക്കോട്ടൂരിൻ്റെ ശൈലി വേറൊന്നാണ്. എങ്കിൽ ഒരു സമവായത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട മർഹൂം പുല്ലാർ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ബഹുമാനപ്പെട്ടവർ 1969 എൻ്റെ നാട്ടിൽ ദർസ് നടത്തുന്ന സമയത്ത് മുദരിസാണ്, ഖത്തീബാണ്, ആ നാട്ടിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ചുമതലകളും ഉണ്ടായിട്ട് 100 റുപ്യ ശമ്പളം ഈ 69-ൽ ബഹുമാനപ്പെട്ടവർക്കുണ്ടായിട്ടില്ല. അതാണ് അന്നത്തെ അവസ്ഥ. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് അന്ന് നീങ്ങാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രവർത്തനം ഇങ്ങനെ കുറച്ച് മെല്ലെ മെല്ലെയായി പോകാൻ കാരണം. അതല്ലാതെ ആലിമീങ്ങൾ പ്രവർത്തിക്കണ്ടായത് കരുതിയിട്ടോ, ആലിമീങ്ങൾക്ക് ആശയമില്ലാത്തതിൻ്റെ പേരിലോ, ആലിമീങ്ങൾ ഇതിനൊന്നും പ്രോത്സാഹിപ്പിക്കാത്തതിൻ്റെ പേരിലോ അല്ല. എല്ലാ മഹല്ലത്തുകളിലും അന്ന് സുന്നി യുവജന സംഘവും സജീവമായിട്ടില്ല. ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകളെ അണിനിരത്തിക്കൊണ്ട് രൂപീകൃതമായ സംഘടനയാണ്. അവർക്ക് നേതൃത്വം കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കാൻ എല്ലാ മഹല്ലത്തുകളിലും വന്ന്
സുന്നി യുവജന സംഘത്തിൻ്റെ ശാഖ യൂണിറ്റ് കമ്മിറ്റികളും ഇല്ല. പിന്നെ SSFന്റെ പ്രവർത്തനവും അന്ന് വരെ 1972 വരെ തുടങ്ങിയിട്ടില്ല. എല്ലാ ഭാഗത്തും പിന്നെ സജീവമായി നമ്മുടെ പ്രവർത്തനം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും വലിയ ഒരു മീഡിയയായി ഒരു പ്രവർത്തന സജ്ജരായ ചെറുപ്പക്കാരടങ്ങിയ ഒരു സംഘടനയായിരുന്നല്ലോ SSF. ആ SSFന്റെ പ്രവർത്തനവും വന്നില്ല. പിന്നെ ഈ ആലിമീങ്ങൾ വെള്ളിയാഴ്ച പള്ളിയിൽ എന്ന് പറയുന്നതും വേനൽക്കാലങ്ങളിൽ ഓരോ സ്ഥലത്തും 10 ദിവസമോ 12 ദിവസമോ ചിലപ്പോൾ 40 ദിവസം വരെയൊക്കെ വാഴ് നടത്തുകയും ആ വാഴിൽ ഒരു ദിവസം ഓരോ വിഷയങ്ങൾ പറഞ്ഞ്, ഒരു ദിവസം കുളി, മറ്റൊരു ദിവസം വുളൂഅ്, മറ്റൊരു ദിവസം നിസ്കാരത്തിന് ശറത്ത്, ഫർള്, ഇങ്ങനെയൊക്കെയുള്ള വാഴുകൾ പറഞ്ഞു കൊടുത്ത് ജനങ്ങളെ ഉത്ബുദ്ധരാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പം അത് വാഴ് കേൾക്കാൻ എല്ലാവരും വരും. അവരിങ്ങനെ ഒന്നു കൊടുക്കുന്നത് ശ്രദ്ധിക്കും, കുളിക്കുന്നത് ശ്രദ്ധിക്കും, നിസ്കരിക്കുന്നത് ശ്രദ്ധിക്കും അല്ലേ. ഈ ദഅവാ പ്രവർത്തനം എന്ന നിലക്കുള്ള ഒരു പ്രവർത്തനം അഥവാ ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തി നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന ആളുകൾക്ക് എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പഠിപ്പിച്ചു കൊടുത്ത് രംഗത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സുസജ്ജമായ പ്രവർത്തനം അന്നില്ലായിരുന്നു. ആ കാലഘട്ടങ്ങളിലാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകൾ ഇതിലൊരു മെമ്പറായി ചേർന്നത്. കാന്തപുരം ഉസ്താദ് അവറുകൾ മെമ്പറായി ചേർന്ന് അധികമൊന്നും താമസിക്കുന്നതിന് മുമ്പ് ആലിമീങ്ങളോട് ബന്ധപ്പെട്ട് കാര്യങ്ങളിങ്ങനെ അദ്ദേഹം ചർച്ച ചെയ്യാൻ തുടങ്ങി. ഈ ചെയ്യുന്ന ചർച്ചകൾ ദീനിന് ഫലവത്താണെന്ന് അഗ്രഗണ്യരായ ആലിമീങ്ങൾ വിലയിരുത്തി. അതുകൊണ്ടാണല്ലോ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് പഠിക്കാൻ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകൾ മുഷാവറയിൽ ചേർന്ന് ഒരു 3 മാസം കഴിയുന്നതിന് മുമ്പാണ് ഈ സമിതി രൂപീകരിക്കുന്നത്. കാന്തപുരം ഉസ്താദ് സമസ്തയിൽ ചേർന്ന് ഒരു 3 മാസം കഴിയുന്നതിന് മുമ്പ് ആ സമിതി രൂപീകരിക്കുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായി പഠിക്കാനുള്ള മെമ്പർമാരെ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ ഒരാൾ, മറ്റു പണ്ഡിതന്മാരുണ്ട്, വാണിയമ്പലം ഉസ്താദുണ്ട്, മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ ഒരു മെമ്പറായി പ്രാധാന്യത്തോടെ മുഷാവറ നിർദ്ദേശിച്ചത് ബഹുമാനപ്പെട്ട AP ഉസ്താദിനെയായിരുന്നു. AP ഉസ്താദിനെയായിരുന്നു. എന്തേ കാരണം? ഈ പണ്ഡിതനിൽ ഒരു ഭാവി ദീർഘദൃഷ്ടിയുള്ള മറ്റ് ഉഖ്റവിയായ ആലിമീങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി. അവർക്കത് കഴിയും അല്ലേ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാമാൻ ഞാൻ നിങ്ങളെ കൽബകം എന്നോ പറഞ്ഞ് മഹ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആകുന്ന വലിയ പണ്ഡിതനുമായ ആ മഹാനവർക്കുള്ള സിഫത്ത് അത് ആലിമീങ്ങൾക്കും അവരുടെ ഒരു ഇൽമിൻ്റെ പവറായിട്ട് ഇല്ല. ഇൽമ് എന്ന് പറഞ്ഞാലത് ചെറിയ കാര്യമല്ലല്ലോ. അതുകൊണ്ട് ആ ഒരു ചെറുപ്പക്കാരനെന്ന് പ്രൈവറ്റായിട്ട് സംശയം ചോദിച്ചിരുന്നു. ഓക്കെ ഉസ്താദ്, ഉസ്താദുല്ല സാത്തീൻ, ഓക്കെ ഉസ്താദ്, മഹാനവറുകളുടെ ഒരു ശ്രേഷ്ഠത എന്താണ് നിങ്ങൾ പറയാത്തത് എന്നല്ലേ. അത് ഇൻഷാ അല്ലാഹ് അവിടത്തേക്ക് എത്തുന്നുണ്ട്, അപ്പം പറയാൻ വിചാരിച്ചതായിരുന്നു. ഏതായാലും ഒരു വാക്ക് ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഈ നൂറ്റാണ്ടിൽ ജീവിച്ചു പോയ നിരവധി ഉസ്താദുമാരുടെ ഉസ്താദാകുന്ന ഉസ്താദുല്ല സാത്തീൻ, മഹാനായ OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ, പഴമക്കാരായിരിക്കുന്ന ആളുകളൊക്കെ ഏന്തിയും കുട്ടുവലിയാരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാധാരണക്കാരൊക്കെ അവരെ ബഹുമാനം കുറച്ചുകൊണ്ടല്ല, സ്നേഹത്തിലാണ് പറഞ്ഞിരുന്നത് അല്ലേ. പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ മർഹൂം മഹാനവറുകളെ എല്ലാവരും പാണക്കാട്ടെ കുട്ടിൻ്റെ അടുത്തൊന്ന് പോകുക എന്നാണ് പറഞ്ഞത് അല്ലേ. പാണക്കാട്ടെ കുട്ടി എന്ന് പറഞ്ഞാൽ PMSA പൂക്കോയ തങ്ങളെയോ അല്ലെങ്കിൽ മുഹമ്മദ് ഷിയാബ് തങ്ങളെയോ അനാദരിക്കലല്ല, സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും പറയുന്നതാണ് അല്ലേ. അത് പാണക്കാട്ടെ കുട്ടിൻ്റെ അടുത്ത് പോയാൽ അതിന് ഒരു തീരുമാനമാകും, നമുക്ക് മനസ്സിന് സമാധാനമാകുമെന്നൊക്കെ. അതുപോലെ മഹാനായ ഉസ്താദുല്ല സാത്തീൻ OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരെ അന്നുള്ള ആലിമീങ്ങളും സഹപാഠികളും അതുപോലെ തൻ്റെ സഹചാരികളാകുന്ന കാരണവന്മാരുമൊക്കെ ഏന്തിയും കുട്ടിയിലേർത്താത്ത ഏന്തിയും കുട്ടി മുസ്ലിയാരെന്നാണ് പറഞ്ഞത്. ആ മഹാനായിരിക്കുന്ന ആ ഉസ്താദിൻ്റെ ഇൽമിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കാര്യം നീ പൂർത്തിയാക്കി തരണമേ എന്ന്
ആളുകൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. കാരണം മറ്റുള്ള ആലിമീങ്ങൾക്ക് വിവരമില്ല എന്നതല്ല അതിൻ്റെ അർത്ഥം. മഹാനായ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹും, അല്ലാഹു തആല മഹാനവറുകളുടെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ, കോട്ടക്കൽ ഭാഗത്തേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഒതുക്കങ്ങളെത്തുമ്പോൾ ബഹുമാനപ്പെട്ടവർ ഒന്ന് സ്മരിക്കാതെ ആ വഴിക്ക് കടന്നു പോകാറില്ല. അതിൻ്റെ ഒരുപാട് ഫലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടിട്ടും ഉണ്ട്. എന്തേ കാരണം? അത്രയധികം ഇൽമിൻ്റെ മഹാറത്തുള്ള ആളായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇൽമിനൊരു പ്രത്യേക ബർക്കത്തുണ്ട്. ആ ബർക്കത്ത് വെച്ച് ഔലിയാക്കൾക്കുള്ള ചില കാര്യങ്ങൾ അവർക്ക് കറാമത്തായിട്ട് വരുമ്പോൾ ആ ഇൽമുള്ള ആലിമീങ്ങളും ഈ കറാമത്തുള്ളവരായിത്തീരും. ആ കറാമത്തിൻ്റെ കണ്ണുകൊണ്ട് 974 ഉണ്ടായിരുന്ന മുശാവറ ആലിമീങ്ങളിൽ ഒരുപാട് ആലിമീങ്ങൾ മഹാനായ AP ഉസ്താദിൻ്റെ പ്രവർത്തന ഔത്സുക്യം അവർ നേരിട്ട് ഈ കറാമത്തിൻ്റെ കണ്ണുകൊണ്ട് മനസ്സിലാക്കി. അതുകൊണ്ടാണ് AP ഉസ്താദ് മുശാവറയിലേക്ക് എത്തുന്നതിന് മുമ്പ്, വളരെ കാലം മുമ്പ് മുശാവറയിലെത്തി അതിലുള്ള ചില സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ പോലും ഈ വിഷയത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. അത് അവർക്ക് സ്ഥാനം കുറഞ്ഞു എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ അവരെക്കാൾ ഒന്നുകൂടി ഈ ദീനീ രംഗത്ത് പ്രവർത്തിക്കുവാൻ ഈ ചെറുപ്പക്കാരനായിരിക്കാൻ, അന്നേരം 36-37 വയസ്സ് പ്രായമാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനുള്ളത്. ഈ ചെറുപ്പക്കാരൻ ഒരു രോമം പോലും നിരക്കാത്ത, ഓടിച്ചാടാൻ കഴിവുള്ള ഈ ചെറുപ്പക്കാരൻ അതിന് കഴിയുമെന്ന് ആലിമീങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് ഈ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു സമിതി അത് രൂപീകരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവറുകളെ അതിലൊരു മെമ്പറാക്കി ചേർത്തത്. ആ ചേർത്തതിൻ്റെ പേരിൽ എന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം അത് വേണ്ടതുപോലെ നിർവഹിക്കണമെന്ന് മനസ്സിലാക്കി AP ഉസ്താദ് അവറുകൾ ഈ മറ്റുള്ള ആലിമീങ്ങളുമായി മുശാവറ ചെയ്ത് ഈ തബ്ലീഗ് ജമാഅത്തിൻ്റെയും അതുപോലെ ഈ നൂരിശാ തരീഖത്തിൻ്റെയും ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ അത് മറ്റ് ഭാഷകളിലാണ് തോനെയുള്ളത്. കാരണം കേരളത്തിൽ ഇതൊന്നും ആദ്യം വിലപ്പോയിട്ടില്ലായിരുന്നു. മറ്റ് നാടുകളിൽ തോനെ ദീനീബോധമില്ലാത്തത് കൊണ്ട് കുറേ സ്ഥലത്തൊക്കെ ഇത് വ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവർ ഉറുദുവിലും മറ്റുമൊക്കെയായിരുന്നു അവരുടെ പുസ്തകമുണ്ടായിരുന്നത്. അതൊക്കെ ശേഖരിച്ച് കൊണ്ടുവന്ന് AP ഉസ്താദിൻ്റെ ചടുലമായ പ്രവർത്തനം കാരണം ഈ ആലിമീങ്ങളൊക്കെ കൂടിയിരുന്ന് പുസ്തകങ്ങളൊക്കെ വായിച്ച് പരിശോധിച്ച് എന്നിട്ടാണ് ഈ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ചും അതുപോലെ ഈ നൂരിശാ തരീഖത്തിനെ കുറിച്ചുമൊക്കെ ഒരു തീരുമാനം മഹാന്മാരായ ആലിമീങ്ങൾ എടുത്തത്. അപ്പോൾ എന്താണ് അതിന് കാരണം? ഈ പ്രവർത്തനോത്സുകനായ ഒരു പണ്ഡിതൻ ഈ സംഘടനയിലേക്ക് കയറി വന്നു. അപ്പോൾ അതിന് ജീവസ്വറ്റൊരു സംഘടനയായി അത് മാറി. അപ്പോൾ സമുദായത്തിലെ ശത്രുക്കളാകുന്ന വഹാബികൾക്കും മൗദൂദികൾക്കും ഇരിക്കപ്പുറതിയില്ലാതെയായി. കാരണം അവരായിരുന്നു ഇതൊക്കെ ഇങ്ങനെ വലിയ വലിയ ആളുകളായി ഞങ്ങളാ പ്രവർത്തിക്കുന്നത്, ഞങ്ങളാ ചെയ്യുന്നത്, ഞങ്ങൾക്കൊണ്ടേ ചെയ്യാൻ കഴിയൂ എന്ന് വീമ്പിളക്കി നടക്കുന്നിടത്തേക്കാണ് മെല്ലെ മെല്ലെ ഓരോ പ്രവർത്തനം ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവറുകൾ ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്കത് നോക്കാം. ഈ മുബ്തദികളാകുന്ന വഹാബി മൗദൂദി പോലെയുള്ള ഈ സംഘടനകളുടെ കുലുഷിത ശ്രമം വേണ്ടതുപോലെ മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകൾ തൻ്റെ സഹപ്രവർത്തകരും നേതാക്കളുമാകുന്ന ആലിമീങ്ങളോട് ഈ കാര്യങ്ങൾ പങ്കുവച്ചു. കാലാനുസൃതമായി അവരെ നാം നേരിടേണ്ട രൂപത്തിൽ നേരിടുക തന്നെ വേണമെന്ന് ബഹുമാനപ്പെട്ടവർ ധരിപ്പിച്ചു. അത് ആവശ്യമാണെന്ന് മറ്റുള്ള പണ്ഡിതന്മാർക്കും ബോധ്യമായി. നാം ഇതുവരെ ചെയ്തിരുന്ന ഒരു പള്ളിയിൽ നിന്ന് അത് പറഞ്ഞുകൊടുത്ത് ഒരു മഹല്ലത്തിൽ മാത്രം ഒരു വാങ്ങു വെച്ച് അതുകൊണ്ട് മാത്രമായാൽ ഇനി പോരാ. ഈ സംഘം അഥവാ ദീനീ വിരോധികൾ കേരളത്തിന്റെ പല ഭാഗത്തും പല കാര്യങ്ങളും ഭൗതികമായി ചെയ്തു കൊടുത്തുകൊണ്ട് കാലം ഇങ്ങനെ പുരോഗമിച്ചു വരികയാണ്. 24 സ്ഥിതിയല്ല 34, 34 സ്ഥിതിയല്ല 44, 44 54, അങ്ങനെ ഓരോ 10 വർഷവും എന്ന് വേണ്ട ഓരോ വർഷം കൂടുമ്പോഴും പുരോഗതി ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്.
അത് 974, 75, 76 കാലങ്ങളൊക്കെ ആയപ്പോൾ ആ 924 അപേക്ഷിച്ച് കുറെ കൂടുതൽ പുരോഗമിച്ചിട്ടുണ്ട്. ഇന്നത്തെ അപേക്ഷിച്ച് കുറച്ച് കുറവാണെങ്കിലും ആ പിൽക്കാലത്തെ അപേക്ഷിച്ച് കുറെ വർദ്ധിച്ചിട്ടുണ്ട് പുരോഗതി. അപ്പൊ നാട് പുരോഗമിച്ചിട്ടുണ്ട്, ജനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് അല്ലെ. ജനങ്ങളും പുരോഗമിച്ചിട്ടുണ്ട്, നാടും പുരോഗമിച്ചിട്ടുണ്ട്. എല്ലാ വിഷയത്തിലും വിദ്യാഭ്യാസത്തിൽ പുരോഗതി വരുന്നു, പിന്നെ ജീവിതത്തിൽ പുരോഗതി വരുന്നു. അപ്പോ അതിനനുസരിച്ചുള്ള സംസ്കാരവും പരിഷ്കാരവും കൂടി വരുന്നു. ആ തലത്ത് ഇവിടെ ഭൗതിക വിദ്യാഭ്യാസത്തിൽ മാത്രം ഊന്നൽ കൽപ്പിച്ചുകൊണ്ട് ഈ മതവിരോധികൾ അഥവാ സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ പ്രവർത്തന ഗോതയിലേക്ക് ഇറങ്ങി. എന്നിട്ട് ഒരു പള്ളിയിലുള്ള മുസ്ലിയാരെ ഒരു സ്കൂളിലുള്ള മാസ്റ്റർ കണ്ടാൽ അവജ്ഞയോടുകൂടി നോക്കുന്ന ഒരു കാലഘട്ടം. ഇയാളൊരു കൺട്രിയാണ്, ഒന്നും തിരിയാത്തവനാണ്, ഈ തലയിൽ ഇങ്ങനെ വലിയ തലപ്പാവും കെട്ടി തലൻ്റുള്ളിലൊന്നുമില്ലാതെ ജീവിക്കുന്നവരാണ് എന്നൊക്കെ അവർ ധരിക്കുക മാത്രമല്ല അത് ജനങ്ങളിൽ അത് പറഞ്ഞു പരത്തുകയും ചെയ്യുക അവർക്ക് പതിവായിരുന്നു. അല്ലെ, നിങ്ങൾ ശൂന്യമൂലമാരെ നോക്കി ഓല് ഈ തലപ്പാവും കെട്ടിങ്ങനെ നടന്നിട്ട് ഓലെ തലയിക്കൊന്നും കേറൂല എന്നുവരെ കളിയാക്കി അന്നുള്ള വഹാബി പരിശകളും അതുപോലെ വലിയ പുരോഗമനവാദികളാണെന്ന് അവകാശപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരും അന്ന് പ്രസംഗിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പുലമ്പി നടക്കാറുണ്ടായിരുന്നു. ഒരു വേള അത് ശരി തന്നെയാണ്. കാരണം തലയിലൊന്നും ഇല്ല എന്നുള്ളതല്ല, ഉള്ളത് അവരുടെ തലയിലേ ഉള്ളൂ. പക്ഷെ പ്രത്യക്ഷത്തിൽ അത് കാണുന്നില്ല. എന്താണ് ആലിമികളുടെ തലയിലുള്ളത് എന്ന് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. എന്നാൽ പൊതുസമൂഹം അത് കാണിക്കാനുള്ള അവസരവും ഉണ്ടാക്കുന്നില്ല. ആലിമീകൾക്കൊക്കെ അറിയാം, ഭൗതികമായിട്ടും അറിയാം, പിന്നെ ആത്മീയമായിട്ടറിയാം, മതപരമായിട്ടൊക്കെ അറിയാം. അത് പ്രകടിപ്പിക്കുവാനുള്ള ഒരു ചുറ്റുപാട് അന്ന് കുറവായിരുന്നു. കാരണം ആലിമീങ്ങൾ അവർ വേറെ തന്നെ, അവർക്കുള്ള എല്ലാ ബഹുമാനവും ആദരവും എല്ലാ നാട്ടുകാരും അത് പ്രകടിപ്പിക്കും, വകവെച്ചു കൊടുക്കുകയും ചെയ്യും. എനിക്കറിയാം, മഹാനായ മർഹൂം ശംസുൽ ഉലമാ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ, അള്ളാഹു മഹാനവരുടെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. പാനൂരിലാണല്ലോ ബഹുമാനപ്പെട്ട വന്ധ്യം ശ്രമം കൊള്ളുന്നത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ അടുക്കൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ ഒന്ന് ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരെ കാണേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഉസ്താദിന്റെ ഖാദിമായി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ കൂടെ ഞാൻ പോവുകയാണ് പാനൂരിലേക്ക്. അപ്പൊ ബഹുമാനപ്പെട്ടവർ ഞങ്ങളവിടെ ചെന്ന്, ഇന്നത്തതുപോലെ കാറോ സൗകര്യങ്ങളോ ഒന്നുമില്ല, ബസ്സിന് പോയി തലശ്ശേരി ഇറങ്ങി, തലശ്ശേരിയിൽ നിന്ന് കുറെ കാത്തിരുന്ന്, അന്നത്തെ കാലത്ത് ഇത്രയേ ബസ്സുള്ളൂ, 5 മിനിറ്റിനോ 3 മിനിറ്റിനോ ഒന്നും ബസ്സുള്ള കാലമല്ല. ഒരു ബസ് പോയാൽ ചിലപ്പോൾ 1 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ വേണ്ടി വരും. അതുകൊണ്ട് 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഒന്നും ആരും ബസ് കാത്തു നിൽക്കാതെ പോകുന്ന കാലമാണെന്ന്. അതുകൊണ്ട് നടന്നു പോകും. അതിനുള്ള ആരോഗ്യം അവർക്കുണ്ട്. അങ്ങനെ കുറെ സമയം തലശ്ശേരി കാത്തുനിന്ന് ഞങ്ങൾക്ക് പാനൂരിലേക്കുള്ള ബസ് കിട്ടി. പാനൂരിലേക്കുള്ള ബസ് കിട്ടി, പാനൂരിറങ്ങി ബഹുമാനപ്പെട്ട മഹാനായ ശംസുൽ ഉലമാ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരുടെ വീട് ലക്ഷ്യമാക്കി നടക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ബഹുമാനപ്പെട്ടവർ എന്തോ ആവശ്യത്തിന് ഇവിടെ അങ്ങാടിയിൽ വന്ന് തിരിച്ചങ്ങോട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോ ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ മഹാനവറുകൾ ഞങ്ങൾ ബേക്കലുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ കുറച്ച് നിന്നു. ഒരു 1.5 മിനിറ്റ് നിന്നപ്പോൾ ബഹുമാനപ്പെട്ടവരും ഞങ്ങളടുത്തെത്തി, കൈ പിടിച്ച് സലാം പറഞ്ഞ് കൈ ചുംബിച്ച് എന്നാ ഇനി വീട്ടിലേക്ക് പോകല്ലേ. അങ്ങനെ ആ പോകുന്ന വഴിക്ക് 2 കടകളുണ്ട്. ഒരു കോല കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കടകളാണ് രണ്ടും. ഒന്ന് ഒരു ചായക്കടയാണ്. ആ ചായക്കട ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാൾ നടത്തുന്നതാണ്. ഒരു ഏകദേശം എന്റെ കണക്ക് ശരിയാണെങ്കിൽ ഒരു 20 ആളെങ്കിലും, ഏതായാലും 15ന്റെ മേലെ ആളുകൾ ആ ചായക്കടയിലുണ്ട്. മഹാനായ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ ആ ചായക്കടയുടെ പരിസരത്ത് എത്തേണ്ട താമസം. ആ ചായക്കടയിലുള്ളവരൊക്കെ ഒന്നായിട്ട് എഴുന്നേറ്റു. അവരെന്തോ കുറച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സംസാരമൊക്കെ നിർത്തി
ഭവ്യതയോടുകൂടി അവർ എഴുന്നേറ്റ് വന്നു. ആ ഭാഗത്തൊക്കെ സഹോദര സമുദായങ്ങളിൽപ്പെട്ട തീയ സമുദായക്കാർ പ്രത്യേകിച്ചും തലയിൽ ഒരു തോർത്തുകൊണ്ടുകൊണ്ട് കെട്ടുന്ന ഒരു സ്വഭാവം ആ ഭാഗത്തുള്ള സഹോദര സമുദായങ്ങൾക്ക് അന്നുണ്ടായിരുന്നു. ആ തലയിൽ കെട്ടിയവർ ചിലർ അത് അവരുടെ ചുമലിൽ തോളിലിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ളവർ എന്തായിരുന്നാലും രണ്ടാമുണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒന്ന് അവരെ കൈവശമുണ്ടാകും. ഈ തലയിൽ കെട്ടിയവർ ആ തലപ്പാവഴിച്ച് അവരുടെ കക്ഷത്ത് വെക്കും. തോളുകളൊന്നും തന്നെ ഒന്ന് എടുത്ത്, കാരണം എന്താ, മഹാനവരുകളെ ബഹുമാനിക്കുകയാണ്. പിന്നെ ഓറ് പോവുക, അത് അവിടുത്തെ ഒരു നാടൻ ഭാഷയാണ്. ഓറ് എന്നുള്ളത് ബഹുമാനിച്ച് പറയുന്നതാ. അപ്പൊ അവരോടൊന്ന് പുഞ്ചിരിച്ച് കുഞ്ഞിരാമ, കുഞ്ഞിക്കണ്ണ, അല്ലെങ്കിൽ അവരുടെ പേര് വെച്ചായിരിക്കും നമ്മൾ പോട്ടെ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ അവരെ ആശീർവദിച്ചു പോകും. അങ്ങനെ ഈ ആരമീയങ്ങളെ നാനാജാതി മതസ്ഥരും പ്രായഭേദമന്യേ എല്ലാവരും ആരമീയങ്ങളെ ബഹുമാനിക്കും. ആ ബഹുമാനത്തിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ഈ ആരമീയങ്ങളൊന്ന് മൊത്തം നാട്ടുകാരോട് പറഞ്ഞാൽ അവരത് അംഗീകരിക്കുകയും ചെയ്യും. പക്ഷേ ഈ ഉൽപ്പതിഷ്ണുക്കളാകുന്ന സമുദായ വിരോധികൾ അതും കൂടി മുതലെടുത്ത് എന്താണ് ഇവരോടൊക്കെ ചെയ്യുന്നത്, എന്താണ് അവർ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ സ്ഥാനമാനങ്ങൾ കുറച്ചു കാണിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചില ഭൗതിക പ്രവർത്തനങ്ങൾ പല ഭാഗത്തും ഇവർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈമാനിക ആവേശം കുറഞ്ഞ, അല്ലെങ്കിൽ ഈമാൻ വേണ്ടതുപോലെ മനസ്സിൽ കരുപ്പിടിപ്പിക്കാൻ കഴിയാത്ത മുസ്ലിമീങ്ങളാകുന്ന ചിലർ ഇവരുടെ വലയിൽപ്പെട്ടുപോയി. അങ്ങനെ അവർ പരിഷ്കാരികളായിട്ട് ആ പരിഷ്കാരത്തിന്റെ പേരിൽ അവരിങ്ങനെ പ്രവർത്തിക്കാനൊരുങ്ങുമ്പോൾ കുറെ ചെറുപ്പക്കാരെയൊക്കെ അന്ന് അവർക്ക് പാട്ടിലാക്കാൻ കഴിഞ്ഞിരുന്നു. ആ ചെറുപ്പക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവരെന്തെങ്കിലുമൊക്കെ ഒരു പേര് പറഞ്ഞ ക്ലാസ്, അത് ലൈബ്രറി, പുസ്തകം എന്നൊക്കെ പറഞ്ഞ് അവരെങ്ങനെ വശത്താക്കി. എന്നാൽ ദീനീ വിരുദ്ധ ചില കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടാകുമ്പോൾ അതിന് ഇവർ നിഷ്കർഷമായി അവരുപദേശിക്കുകയും ഇല്ല. എന്നാൽ നമ്മളെ പണ്ഡിതന്മാർ അവര് പള്ളിയിൽ നിന്ന് അത് പറയുമ്പോൾ നെരിയാണിക്ക് താഴെ തുണി ഇറങ്ങിപ്പോകുന്നതിനെ കുറിച്ച് വളരെ ശക്തമായിട്ട് പറയും. വഹാബികൾ മറ്റോരാണെങ്കിലോ ഓരോ ഭാഗം ശ്രദ്ധിക്കൂല. നമ്മുടെ ചില ചെറുപ്പക്കാരും അത് കണ്ട് മുടി വളർത്താൻ തുടങ്ങിയപ്പോൾ പള്ളിയിൽ നിന്ന് ഉസ്താദുമാർ അത് പറയും, മുടി വളർത്തുന്നതിനോ അല്ലെങ്കിൽ മുടിയിൽ എണ്ണ വെച്ച് ചീകുന്നതിനോ അത് ഭംഗിയാക്കി നടത്തുന്നതിനോ ഒന്നും ഒരു ആലിമും അന്നും ഇന്നും എതിരായിട്ടില്ല. പക്ഷേ ചില ചെറുപ്പക്കാരുടെ മുടി അവരെ തലയിൽ നിന്നും നെറ്റിയിലേക്ക് ഇറങ്ങി വരികയും ആ നെറ്റി മൂടുന്ന രൂപത്തിൽ പല മോഡലുമാക്കി അല്ലാതെയുമൊക്കെ അവരെ മുടി ഇങ്ങനെ വളർന്നു കണ്ടപ്പോൾ ആലിമീങ്ങളത് പള്ളിയിൽ വെച്ച് അവരെ ഉത്ബോധിപ്പിച്ചു. പൊന്നാര മക്കളെ, നിങ്ങൾ നിസ്കരിക്കുന്നവരാണ്. നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങളെ തലയിലുള്ള മുടി നെറ്റിയിലേക്ക് അത് ഇറങ്ങി വന്നിട്ട് അതിന്റെ മുകളിലാണ് നിങ്ങൾ സുജൂദ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ നിസ്കാരത്തിന്റെ ഒരുപാട് ശതമാനം കുറഞ്ഞു പോകും. അഥവാ സുജൂദിന്റെ ഷർത്ത് തന്നെ നഷ്ടപ്പെട്ടു പോകാൻ അത് സാധ്യതയുണ്ട്. സുജൂദ് ചെയ്യുന്ന സമയത്ത് അവന്റെ രണ്ട് മുൻകൈയും രണ്ട് മുട്ടും കാലും അവന്റെ കാലിന്റെ വിരലുകളുടെ പള്ളയും അത് നിലത്തമർത്തി വെക്കുന്ന കൂട്ടത്തിൽ അവന്റെ നെറ്റിയും നിലത്ത് വെക്കണം. മുട്ടും കാലിന്റെ മുകളിൽ തുണിയുണ്ട്. ചിലപ്പോൾ കാലിൽ ധരിച്ച സോക്സ് ഉണ്ട്. ചിലപ്പോൾ ചില ആളുകൾക്ക് വലിയ തണുപ്പുള്ള പ്രദേശമാണെങ്കിൽ കയ്യിലും അവൻ സോക്സ് ധരിച്ചിരിക്കും. എന്നാൽ ഈ സ്ഥലങ്ങളിലൊക്കെ മറവോടുകൂടി അത് നിലത്തമർത്തി വെക്കുമ്പോൾ അവന്റെ നെറ്റിത്തടം മക്സൂഫൽ ജബ്ഹത്തി, അത് തുറന്നതായിരിക്കണം. ഒരു മറയും അവിടെ ഉണ്ടാകാൻ പാടില്ല. എന്നിട്ടാരും നിങ്ങൾ പറഞ്ഞു കൊടുത്തു, അഥവാ ഈ സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു പരിക്ക് പറ്റി, അവിടെ ഡോക്ടറെത്തി ചെന്ന് രണ്ട് സ്വിച്ച് തുന്നിട്ടു, എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു ബാൻഡേജും വെച്ചു. ഡോക്ടർ പറയുന്നു 4 ദിവസത്തേക്ക് നിന്റെ ഈ തുന്നഴിക്കാൻ പറ്റില്ല, ഈ ബാൻഡേജ് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ തയമ്മം ചെയ്ത് നിസ്കരിക്കുന്ന ആ മനുഷ്യൻ അവന് ആ മുറി വെച്ച് കെട്ടിയ ഏത് ശീലകഷ്ണമാണോ ബാൻഡേജാണോ അതിന്റെ മുകളിൽ സുജൂദ് ചെയ്യാൻ ഇസ്ലാം അനുവാദം കൊടുത്തിട്ടുണ്ട്.
അതെന്താ? ഇവന്റെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകരുതെന്ന് മനസ്സിലാക്കി. സാധാരണഗതിയിൽ അതൊന്നുമില്ലാത്തവൻ അവന്റെ നെറ്റിത്തടം തുറന്നു തന്നെ ആയിരിക്കണം എന്ന് ആലിമീങ്ങൾ പള്ളിയിൽ വെച്ച് ഉത്ബോധിപ്പിച്ചപ്പോൾ വഹാബികളും അതുപോലെയുള്ള ആളുകളും ഇത്തരം കാര്യങ്ങളൊക്കെ പാടെ വിസ്മരിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരെ നമ്മളിലേക്ക് കിട്ടട്ടെ എന്ന് മനസ്സിലാക്കി അവർ ഈ ദീനിന്റെ ചില കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചപ്പോൾ ബോധമില്ലാത്ത ചെറുപ്പക്കാർ അതിൽ അകപ്പെട്ടു പോയി. അവരെ പിന്തിരിപ്പിച്ചു കൊണ്ടുവന്ന് പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അത് ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു സമസ്തയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് താങ്ങും തണലുമായിട്ടാണ് പ്രവർത്തന ഗോതയിലേക്ക് ഇറങ്ങാൻ സന്നദ്ധനായ ഒരൊറ്റയാൻ പടയാളിയെപ്പോലെ മഹാനായ കാന്തപുരം ഉസ്താദ് അവറുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് കടന്നു വന്ന് ഈ പ്രവർത്തന ഗോതയിൽ ഇറങ്ങിയത്. ആ പ്രവർത്തന ഫലം എന്തൊക്കെയായിരുന്നു ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് വിശദീകരിക്കാമെന്ന്. ബറാഅത്ത് ദിവസവും നോമ്പും ഒക്കെയായിട്ട് ഇടയ്ക്കുള്ള നോമ്പാവുമ്പോൾ അങ്ങനെയാണല്ലോ. പിന്നെ എൻ്റെ പ്രായവും നിങ്ങളിപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവില്ല, ശബ്ദം കേട്ടാൽ അറിയാം കുറച്ച് പ്രായമുള്ള ആളാണെന്നല്ലേ. 70ഓടടുത്ത് പ്രായമാണ്. അപ്പോൾ അതിനനുസരിച്ച് ചില ശാരീരിക ക്ഷീണങ്ങളൊക്കെ നമുക്കുണ്ടാകാൻ സ്വാഭാവികമാണല്ലോ. നിങ്ങൾ ദുആ ചെയ്യണം. ദീനിന്റെ ഖിദ്മത്തിലായി ദീർഘകാലം സേവനം ചെയ്യാൻ നിങ്ങൾ ദുആ ചെയ്യണം. മറ്റെന്റെ സാമ്പത്തിക കാര്യത്തിനോ മറ്റൊന്നുമല്ല. അള്ളാഹു തൗഫീഖ് ചെയ്ത് അന്തസ്സോടെ ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ അള്ളാഹു എനിക്ക് ചെയ്തു വന്നിട്ടുണ്ട്. മറ്റുള്ളവർക്ക് അതിൽ നിന്ന് കുറച്ചൊക്കെ കൊടുക്കാനും കഴിയുന്ന ഒരു സാമ്പത്തിക ശേഷി വന്നതുകൊണ്ട് വന്യവയായ അത്തരം കാര്യങ്ങൾക്കൊന്നുമല്ല, ആഖിറം രക്ഷപ്പെട്ട് കിട്ടാനും ഇതുപോലെയുള്ള ദീനീ പ്രവർത്തനങ്ങളിൽ മുഴുകാനും സേവനം ചെയ്യാനുമുള്ള തൗഫീഖിന് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളിൽ നിന്ന് കുറച്ച് നമുക്ക് നാളെ പ്രതിപാദിക്കാം എന്ന് നിങ്ങൾ ഉണർത്തിക്കൊണ്ട് ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി